വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം 2 ദിനവൃത്താന്തം 33 മുതൽ 36 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി 2 ശമൂവേൽ 2-ാം അധ്യായം 18-ാം വാക്യം. അസാഹേൽ കാട്ടുകലയെപ്പോലെ ശീഘ്രഗാമി ആയിരുന്നു. ദാവീദിൻ്റെ സഹോദരിയായ സെരൂരായുടെ കനിഷ്ഠപുത്രനായിരുന്നു അസാഹേൽ. ദൈവം പ്രവർത്തിച്ചു എന്നതാണ് അസാഹേൽ എന്ന പേരിൻ്റെ അർത്ഥം. ദാവീദിൻ്റെ സൈന്യാധിപനായ യോവാബും അബീശായിയും ആയിരുന്നു അസാഹേലിൻ്റെ മറ്റ് സഹോദരങ്ങൾ. തിരുവചനത്തിൽ മറ്റു പലർക്കും അസാഹേൽ എന്ന പേരുള്ളതായി കാണുന്നു. കുറിവാക്യത്തിൽ നമ്മൾ കേട്ടതുപോലെ അസാഹേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാട്ടുകലയെപ്പോലെ ശീഘ്രഗാമി ആയിരുന്നു എന്നാണ്. കാട്ടുകല എന്നതിന് ഇംഗ്ലീഷിൽ വൈൽഡ് ഗാസൽ എന്നാണ് പറയുന്നത്. ഇന്ത്യൻ കാടുകളിൽ കാണപ്പെടുന്ന ഒരു അപൂർവ ഇനം മാനുകളെയാണ് ചിങ്കാരന്മാർ അഥവാ വൈൽഡ് ഗാസൽ എന്ന് അറിയപ്പെടുന്നത്. മണിക്കൂറിൽ 100 കിലോമീറ്ററിൽ അധികം വേഗതയിൽ ഓടുവാനുള്ള കഴിവ് ഈ മൃഗത്തിനുണ്ട്. ഈ മൃഗത്തോടാണ് ഗ്രന്ഥകാരൻ അസാഹേലിനെ ഉപമിച്ചിരിക്കുന്നത്. 30 പേരടങ്ങിയ ദാവീദിൻ്റെ ദ്രുതവ്യൂഹത്തിൽ ശ്രേഷ്ഠനായിരുന്നു അസാഹേൽ. എന്നാൽ നേരിൻ്റെ മകൻ അബ്നേരും ശൗലിൻ്റെ മകനായ ഈശ്ബോശത്തിൻ്റെ ചേവകരും മഹനയീമിൽ വച്ച് ദാവീദിൻ്റെ ചേവകരുമായി യുദ്ധത്തിന് അണിനിരന്നു. ദാവീദിൻ്റെ സൈന്യവ്യൂഹത്തിലായിരുന്നു സെരൂയായുടെ 3 മക്കളും ഉണ്ടായിരുന്നത്, അതായത് യോവാബ്, അബീശായി, അസാഹേൽ എന്നിവർ. അന്ന് യുദ്ധം ഏറ്റവും കഠിനമായി എന്ന് തിരുവചനം പറയുന്നു. ആ യുദ്ധത്തിൽ അബ്നേർ ഉൾപ്പെടുന്ന ഇസ്രായേലിലെ സംഘം തോറ്റുപോകുന്നു. തുടർന്ന് ശീഘ്രഗാമിയായ അസാഹേൽ അബ്നേരിനെ പിന്തുടർന്ന് യാത്ര ചെയ്യുന്നതായിട്ട് കാണുന്നു. അതിനുശേഷം അബ്നേർ അസാഹേലിനെ കുന്തം കൊണ്ട് വയറ്റത്ത് കുത്തി എന്ന് നമ്മൾ വായിക്കുന്നു. കുന്തം വയറിലൂടെ കയറി മറുവശത്തേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത്. അങ്ങനെ അസാഹേൽ അവിടെ വീണ് മരിച്ചു പോകുന്നു. ധീരനായ അസാഹേൽ തൻ്റെ ജീവിത അവസാനം വരെ പോരാടുവാൻ, ധീരതയോടെ നിലനിൽക്കുവാൻ സാധിച്ചു. ഇത്തരത്തിൽ ദൈവം നൽകുന്ന അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കുവാനും ധീരതയോടെ മുന്നേറുവാനും നമുക്കും ഓരോരുത്തർക്കും സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതമാകുന്ന യാത്രയിൽ അസാഹേലിനെ പോലെ ധീരതയോടെ മുന്നേറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ആമേൻ.